അച്ഛന്റെ വാശിക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല. തന്റെ അച്ഛനും അമ്മയും ഈ ചടങ്ങ് നടത്തണമെന്ന് അതിയെ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം മകളുടെ വളകാപ്പ് ചടങ്ങ് നടക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിനെ തടയാൻ ആർക്കും അധികാരമില്ല. എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം. ശരി, ഞാൻ സമ്മതിച്ചു. തന്റെ അച്ഛനോടും അമ്മയോടും ഈ ചടങ്ങ് നടത്തുന്നില്ലെന്ന് തനിക്ക് പറയാം. പക്ഷേ ഞാൻ അവരുടെ മരുമകനാ, തന്റെ ഭർത്താവാ. അതിനേക്കാളുമൊക്കെ അപ്പുറം തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ്. അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അതുമാത്രമല്ല, എന്റെ കുഞ്ഞിനോട് എനിക്കും ചില കടമകളുണ്ട്. ഏത് അന്ധവിശ്വാസത്തിന്റെ പേരിലായാലും ആ കടമകൾ എനിക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. ഇവിടെ സംഭവിച്ചതിനൊക്കെ എല്ലാവരും കുറ്റം പറയുന്നത് നമ്മുടെ കുഞ്ഞിനെയോ? ഇതുവരെ എല്ലാരും പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛൻ ഹോസ്പിറ്റലായതുവരെ ഇവിടെയും വൃന്ദാവനത്തിലും നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷമായി കൂട്ടിക്കെട്ടി. കുറ്റം പറയാൻ ഇവർക്കൊക്കെ ആരാ അധികാരം കൊടുത്തത്? വിശ്വാസം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കാത്ത ഇവരുടേന്ന് വാക്കേക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ തീരുമാനിച്ചത് നമ്മൾ നടത്തും. എടോ, ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുമ്പോൾ ദൈവത്തിന് ഓരോ പ്ലാനുണ്ട്. അന്ധവിശ്വാസം കുത്തിക്കയറ്റി ദൈവത്തിന്റെ പ്ലാൻ പോലും തെറ്റിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ നിനക്ക് കൂട്ടുനിൽക്കുക. എനിക്കത് അനുവദിക്കാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അച്ഛൻ ഈ കുടുംബത്തിന്റെ നാഥനാണ്, സമ്മതിച്ചു. പക്ഷേ നീയും ഞാനും നമ്മുടെ കുഞ്ഞും മറ്റൊരു കുടുംബമാണ്. നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്ക് നിനക്ക് മാത്രമാണ്. അച്ഛനല്ല ആര് പങ്കെടുത്തില്ലെങ്കിലും പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തും. ഇത് അച്ഛനോടുള്ള വാശി മാത്രമല്ല, സ്വന്തം കുഞ്ഞിനോടുള്ള നമ്മുടെ കടമ കൂടിയാ. സച്ചേട്ടാ, അത് മതി, വേണ്ട, ഇനി താനൊന്നും പറയണ്ട. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടാവുക. ഇവിടെ തോറ്റുപോകരുത്. അച്ഛന്റെ വാശിക്ക് മുമ്പിൽ ഈ ചടങ്ങ് വേണ്ടെന്ന് പറയുമ്പോഴും ഇത് നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ മനസ്സാണെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ടിരിക്കെ. ആരെതിർത്താലും നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും. മറ്റൊന്നും ആലോചിക്കണ്ട. ഈ തീരുമാനം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ.